അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് കടന്നു കയറുന്ന ഇത്തിൽ കണ്ണികൾ കേരളത്തിലെ ഭരണമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുള്ള തലവേദനകൾ ചെറുതല്ല. ഈ ഇത്തിൽ കണ്ണികളും അവതാരങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകളാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതുമായിരിക്കും. ഇത്തരത്തിൽ മുൻപുണ്ടായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ സർവ്വസാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ സംസ്ഥാനത്തിന് സമ്മാനിച്ച ഒരു ഭരണമായിരുന്നു 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയത്. എന്നാൽ ആ സർക്കാരിൻ്റെ എല്ലാ ശോഭയും കെടുത്തിയത് പ്രധാനപ്പെട്ട 2 വിവാദങ്ങളായിരുന്നു. അതിലൊന്നാമത്തേത് ബാർക്കോഴ വിവാദവും രണ്ടാമത്തേത് സോളാർ വിവാദവുമായിരുന്നു. സോളാർ വിവാദ നായികയായിരുന്ന സരിതാ നായർ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി അവസാനിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങുന്ന ഘട്ടത്തിൽ ഇടതുമുന്നണിയുടെയും CPMൻ്റെയും ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് UDFൻ്റെ ദയനീയ പരാജയം ഉറപ്പുവരുത്തുന്നതിൽ നിർണായക ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാഷ്ട്രീയ വഞ്ചനയുടെ ചരിത്രവും അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിലെ ഒരു കള്ളവും പിന്നീട് അന്വേഷണങ്ങളിലൂടെ തെളിഞ്ഞു വന്നുവെങ്കിലും അത് കേരളത്തിലെ കോൺഗ്രസിനും UDFനും ഏൽപ്പിച്ച ആഘാതമെന്ന് പറയുന്നത് ഒരു പതിറ്റാണ്ട് കാലത്തെ ഭരണനഷ്ടമായിരുന്നു. ഇവിടെ സമാനമായ ചരിത്രം VDS സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോഴും ആവർത്തിക്കപ്പെടുമോ എന്ന ഒരു ഭീതി കോൺഗ്രസ് പ്രവർത്തകർക്ക് സമ്മാനിക്കുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളിലും സമൂഹ മാധ്യമങ്ങളിലും കോൺഗ്രസ് നേതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു അവതാരമാകുവാൻ ശ്രമിക്കുന്ന റിനി ആൻ ജോർജ് എന്ന ചലച്ചിത്ര പ്രവർത്തകയുടെ ഇടപെടലുകളാണ്. നമുക്കറിയാം, സോളാർ വിവാദ നായികയായിട്ടുള്ള സരിതാ നായരും റിനി ആൻ ജോർജും തമ്മിൽ അനവധി സാദൃശ്യങ്ങൾ കാര്യങ്ങൾ ചികഞ്ഞ് പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. അത്തരം ചില സാദൃശ്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മൻചാണ്ടി തനിക്ക് പിതൃതുല്യനായിരുന്നു എന്നാണ് സരിത ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തിയത്. അതേ രീതിയിൽ തന്നെ VD സതീശൻ തനിക്ക് പിതൃതുല്യനാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ റിനി ആൻ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 2 പേരുടെയും സമാനതകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നതാണ് വസ്തുത. സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാനും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുവാനും യാതൊരു വ്യക്തിത്വവുമില്ലാതെ നിലപാടുകളിൽ കടകം മറിയുവാൻ മടിയില്ലാത്ത കഥാപാത്രങ്ങളാണ് 2 പേരും. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുമായി ബന്ധമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് സരിത തൻ്റെ തട്ടിപ്പുകൾ ഒക്കെയും നടത്തിയത്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതിന് ശേഷം സ്വയം ഒരു രക്തസാക്ഷി പരിവേഷം എടുത്തണിഞ്ഞുകൊണ്ടാണ് സരിതാ നായർ 2016 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇടതുമുന്നണിക്കും CPMനും അനുകൂലമായിട്ടുള്ള നിലപാടുകളുമായി രംഗത്തെത്തിയതും തന്നെ സ്വയം ഒരു ഇരയായി ചിത്രീകരിച്ചുകൊണ്ട് UDFന് ഭരണനഷ്ടം ഉണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്തിയതും. അതുപോലെ റിനി ആൻ ജോർജിൻ്റെ കാര്യത്തിലേക്ക് എത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ ഒരു ആരോപണം ഉയർത്തിയത് മാത്രമല്ല അവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയ അവർ തന്നെ അർദ്ധരാത്രിക്ക് ശേഷം രാഹുലിനെ വീഡിയോ കോളിൽ ബന്ധപ്പെടുവാൻ ശ്രമിച്ചിരുന്നു എന്ന നിലയിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടും അതിനെതിരെ ശബ്ദിക്കുവാൻ റിനി തയ്യാറായിട്ടില്ല. എന്നാൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. തനിക്ക് പിതൃതുല്യനാണ് എന്ന് പറയുന്ന VD സതീശനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വോട്ടറായ റിനി ആൻ ജോർജ് അന്ന് പ്രവർത്തിച്ചതും പ്രചരണം നടത്തിയതും VD സതീശൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ടൈസൺ മാസ്റ്റർക്ക് വേണ്ടിയായിരുന്നു. ടൈസൺ മാസ്റ്റർക്ക് വേണ്ടി റിനി ആൻ ജോർജ് പ്രചരണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ കലാശക്കൊട്ടിലടക്കം പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. റിനി ആൻ ജോർജും സരിതാ എസ് നായരും തമ്മിലുള്ള സാദൃശ്യങ്ങൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് വളരെ കൃത്യമായി തങ്ങൾക്ക് ഭരണതലത്തിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് ഒരു പൊതുബോധം വ്യാജമായി സൃഷ്ടിച്ചെടുക്കുവാൻ ഇവർക്ക് അസാധ്യമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഉമ്മൻചാണ്ടിയുമൊത്ത് നിൽക്കുന്ന ചിത്രങ്ങളും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനുള്ളിൽ നിൽക്കുന്ന ചിത്രങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള MLAമാർക്കും മന്ത്രിമാർക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് സരിതാ എസ് നായർ ഇത്തരത്തിൽ വ്യാജമായ ഒരു പൊതുബോധം സൃഷ്ടിച്ചതും അതുവഴി തട്ടിപ്പ് നടത്തി കോടിക്കണക്കിന് രൂപ ആളുകളിൽ നിന്ന് കബളിപ്പിച്ചെടുത്തതും. അതേ ഒരു പാറ്റേണിൽ, അതായത് ഇവിടെ തട്ടിപ്പോ കബളിപ്പിക്കലോ ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ കൂടിയും അല്ലെങ്കിൽ അത്തരം ഒരു വാർത്തകൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടിയും സരിത സൃഷ്ടിച്ചതുപോലെ വ്യാജമായ ഒരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് താൻ ഇന്നും കോൺഗ്രസിലെ അധികാരവൃത്തങ്ങൾക്ക് പ്രിയപ്പെട്ടവളാണ് എന്ന് തെളിയിക്കുവാനുള്ള വല്ലാത്ത ഒരു ത്വര റിനി ആൻ ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്.
വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അവർ പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ മാത്രം നോക്കിയാൽ ഇത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ നിരവധി വട്ടം അവർ പങ്കുവച്ചിട്ടുണ്ട്. അതിലുപരിയായി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം VVIP ഗാലറിയിലേക്ക് നുഴഞ്ഞു കയറുവാനും VVIP ആയിട്ടുള്ള തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം ചിത്രമെടുക്കുവാനും റിനിക്ക് സാധിച്ചു. ഇത് കണ്ടറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അസഹിഷ്ണുതയോടുകൂടി റിനിയെ കൂകി വിളിച്ചതും അവരുടെ സ്വാഭാവികമായ വൈകാരിക പ്രകടനം നടത്തിയതും. എന്നാൽ ഇതിനെല്ലാം അപ്പുറം തൻ്റെ സ്വാധീനശേഷി വളരെ വലുതാണ് എന്ന് തെളിയിക്കുവാൻ മറ്റു മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും റിനി ബോധപൂർവം ഫേസ്ബുക്കിൽ ഇന്നലെ പങ്കുവെക്കുകയുണ്ടായി. UDF മന്ത്രിസഭയിലെ 4 കോൺഗ്രസ് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് റിനി ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് KPCC അധ്യക്ഷനും ഇപ്പോൾ ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗവുമായ സണ്ണി ജോസഫിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ റിനി പ്രത്യക്ഷപ്പെടുന്നത് യുവനേതാവും മന്ത്രിയുമായിട്ടുള്ള റോജി M. ജോണിനൊപ്പമുള്ള ചിത്രമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് PC വിഷ്ണുനാഥ് എന്ന മന്ത്രിക്കൊപ്പം റിനി നിൽക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ നാലാമത്തേത് എന്ന് പറയുന്നത് K. മുരളീധരനൊപ്പം റിനി നിൽക്കുന്ന ചിത്രങ്ങളാണ്. ഇത്തരത്തിൽ UDF മന്ത്രിസഭയിലെ 21 അംഗങ്ങളിൽ 5 പേർക്കൊപ്പം അടുത്തു നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് റിനി ആൻഡ് ജോർജ് ഇവിടെ വ്യാജമായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതിക്ക് ശ്രമിക്കുന്നത്. എന്തായിരിക്കും റിനിയുടെ ഉദ്ദേശം എന്നതിനെക്കുറിച്ച് നമുക്ക് ഇതുവരെയും ധാരണകളൊന്നും ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ ഉദ്ദേശം അത്ര ശുദ്ധിയുള്ളതല്ല എന്ന് നമുക്ക് തീർത്തു പറയുവാൻ സാധിക്കും. കാരണം ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് റിനി ആൻഡ് ജോർജ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നത്. എന്നാൽ അവരുടെ വെളിപ്പെടുത്തലുകളിൽ ആത്മാർത്ഥതയില്ലായിരുന്നുവെന്നും തനിക്ക് സ്വയം ഒരു താരപരിവേഷം നേടിയെടുക്കുവാൻ നടത്തിയ വെളിപ്പെടുത്തലുകളായിരുന്നുവെന്നും പിന്നീട് വന്നിട്ടുള്ള വസ്തുതകളിൽ നിന്ന് നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ ഭാഗധേയം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിക്കുവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സമുദായ സംഘടനകളും തീവ്ര മതമൗലികവാദികളും അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗവും അദ്ദേഹത്തിൻ്റെ പരാജയം പറവൂരിൽ കാണുവാൻ ആഗ്രഹിച്ച സമയത്ത് എതിർപ്പാളയത്തിന് വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള റിനി ആൻഡ് ജോർജ് ഇന്ന് താൻ കോൺഗ്രസ്സുകാരിയാണ്, കോൺഗ്രസിൻ്റെ അധികാര ഇടനാഴികളിൽ തനിക്ക് കൃത്യമായ സ്വാധീനമുണ്ട് എന്ന ഒരു പൊതുബോധ നിർമ്മിതിക്കായി യാതൊരു നാണവും മാനവും ഇല്ലാതെ ഇത്തരം പ്രചരണങ്ങളുമായി സൈബർ പ്രചരണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ അവരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് തീർച്ചയായും സംശയങ്ങൾ പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ റിനി ആൻഡ് ജോർജ് എന്ന ഒരു വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുവാനല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് വർദ്ധിതമായ തിളക്കത്തോടെ UDF എന്ന ജനാധിപത്യ ചേരി അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാർ കേരളത്തിന് ഒരുപാട് നന്മകൾ സമ്മാനിക്കുമെന്നുള്ള പ്രതീക്ഷ കോടാനുകോടി മലയാളികൾക്കുണ്ട്. അത്തരം സാധാരണക്കാരനായ ഒരു വ്യക്തിത്വം തന്നെയാണ് ഞാനും. അത്തരത്തിലുള്ള കോടാനുകോടി ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുവാനുള്ള സാന്നിധ്യമാകുവാൻ റിനിക്ക് സാധിച്ചേക്കും എന്ന ആശങ്കയാണ് എനിക്കും ഇവിടെ പ്രകടിപ്പിക്കുവാനുള്ളത്. ഏതൊക്കെയാണെങ്കിലും വി.ഡി. സതീശൻ സർക്കാരിലെ മന്ത്രിമാരെല്ലാവരും ജാഗരൂകരായിരിക്കണം. കാരണം എന്തോ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് റിനി ആൻഡ് ജോർജിൻ്റെ ഈ കടന്നുകയറ്റങ്ങളും പ്രകടനങ്ങളും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ അവർക്ക് മാത്രമല്ല നഷ്ടമുണ്ടാകുന്നത്, കേരള സമൂഹത്തിന് കൂടിയാകും. കാരണം അത്രമാത്രം വലിയ ദുരിതങ്ങളെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ വികസന പാതയിലേക്ക് മുന്നോട്ട് നയിക്കും എന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സർക്കാർ ഇക്കാര്യങ്ങളിൽ കളങ്കിതമായി പോയാൽ അല്ലെങ്കിൽ വ്യാജ പ്രചാരണങ്ങളിൽ തട്ടി വീണുപോയാൽ അതിൻ്റെ നഷ്ടം കേരളീയർക്കാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റിനി ആൻഡ് ജോർജും സരിത എസ് നായരും തമ്മിലുള്ള ചില സാദൃശ്യങ്ങൾ, എനിക്ക് തോന്നിയ ചില സാദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.